Okay, so ഡേറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ ഒരുപാട് പൈത്തൺ ലൈബ്രറീസ് ലൈക്ക് ബേസ് പൈത്തണിൻ്റെ ഭാഗമല്ലാത്ത ഒരുപാട് പൈത്തൺ ലൈബ്രറീസ് നമുക്ക് ഹെൽപ്പിനായിട്ടുണ്ട്. സോ അതിൽ കീ ആയിട്ടുള്ള കുറച്ച് ലൈബ്രറീസ് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നംപൈ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ലൈബ്രറി. സോ നംപൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ ന്യൂമറിക്കൽ പൈത്തൺ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് വരുന്ന ലീനിയർ ഓൾജിബ്ര, പല അൽഗോരിതത്തിൻ്റെയും ബാക്ക് സൈഡിൽ വരുന്ന മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്നതാണെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലീനിയർ ഓൾജിബ്ര ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും ഡോട്ട് പ്രൊഡക്റ്റ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് ഇൻവേഴ്സ്, എഗൻ വാല്യൂസ്, എഗൻ വെക്ടേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നംപൈ എന്ന് പറയുന്നത്. സോ ഫെമിലാരിറ്റി വിത്ത് നംപൈ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല അൽഗോരിതംസും നമുക്ക് ഫ്രം സ്ക്രാച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നംപൈ എന്ന് പറഞ്ഞിട്ട്. അപ്പം വെക്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നംപൈ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. സോ നംപൈയുടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഇമ്പോർട്ട് നംപൈ എന്ന് പറഞ്ഞ് കൊടുക്കാം. അതല്ല ഒരു ഷോർട്ട് ഫോം നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആസ് NP എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ ഇതാണ് അതിൻ്റെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എനിക്കൊരു നംപൈ അറേ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ, നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ഇതൊരു ഫണ്ടമെൻ്റലായിട്ടുള്ള ഡേറ്റ ടൈപ്പ് അല്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന നംപൈ ഡേറ്റ ടൈപ്പിൽ വരുന്ന ഒരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ലൈക്ക് നമ്പേഴ്സ്, ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇഫ് എക്സ് എന്നാണ് എൻ്റെ വേരിയബിൾ നെയിം എന്നുണ്ടെങ്കിൽ np.array പാരാന്തസിസ് ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എൻ്റെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഡയറക്റ്റ്ലി ഇങ്ങനെ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് മുന്നേ ഒരു ലിസ്റ്റായിട്ട് ലൈക്ക് ആദ്യം ഒരു ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് വാല്യൂസ് ഈക്വൽ ടു ഒരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, സെയിം ലിസ്റ്റ്. ദെൻ ഈ വേരിയബിളിനെ ഇതിൻ്റെ അകത്ത് പാസ് ചെയ്താലും ഈക്വലി മോർ ഓർ ലെസ് ഈക്വൽ റിസൾട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാനിതിൽ പ്രിൻറ്റ് എക്സ് പ്രിൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കതിൻ്റെ അകത്ത് കണ്ടൻസ് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിയാനായിട്ട് ഐ ക്യാൻ ലൈക്ക് ഗീവ് ഡേറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാനായിട്ട് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പറ്റും. ക്ലാസ് നംപൈ n ഡയമെൻഷണൽ അറേ എന്നുള്ള ഔട്ട്പുട്ടാണ് എനിക്കിതിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനൊരു അറേ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് ഇതിൽ പോസിബിളാണ്. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ മിനിമം വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. മാക്സിമം വാല്യൂ, ഇതെല്ലാം നംപൈ അറേയുടെ കൂടെ തന്നെ വരുന്ന ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. സോ അത് കമ്പ്യൂട്ട് ചെയ്യാം. ഈവൻ നമുക്കതിൻ്റെ വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കതിൽ പോസിബിളാണ്. ഓക്കെ, സോ ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ വെക്ടറൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. ഇപ്പോൾ സപ്പോസ് എനിക്ക് 2 നംപൈ അറേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ലൈക്ക് x 1 2 3 4, ദെൻ y എന്ന് പറയുന്ന ഒരു നംപൈ അറേ ഉണ്ടെന്ന് വിചാരിക്കുക. ലൈക്ക് 1 1 1 1. സോ ഐ ക്യാൻ സിംപ്ലി ലൈക്ക് എക്സിനെയും വൈനെയും തമ്മിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് സിംപ്ലി I can type simply like x plus y. ഓക്കെ, അതൊരു തേർഡ് അറേയിലോട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ I can give like x plus y. സോ ഞാനിവിടെ ജസ്റ്റ് പ്രിൻറ്റ് c കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ z കൊടുത്തു കഴിഞ്ഞാൽ I will get ഓരോ ഇൻഡിവിജ്വൽ എലമെൻസും ലൈക്ക് എക്സിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റും വൈയുടെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റും തമ്മിൽ ആഡ് ചെയ്യുന്നു. സെക്കൻഡ് ഇൻഡെക്സിലുള്ള പൊസിഷൻസ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നു. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കും. സോ ഇത് എന്താണ്, വെക്ടറൈസ്ഡ് ഓപ്പറേഷൻസ് ആണ്. ഇത് ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആണ്. ലൈക്ക് വലിയ ലാർജ് നമ്പർ ഓഫ് ലാക്സ് ഓഫ് നമ്പേഴ്സ് ഉള്ള അറേസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈവൻ അത് നമ്മുടെ ഡിഫറെൻറ്റ് മൈക്രോ പ്രോസസ്സർ കോഴ്സിലോട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഫെസിലിറ്റി വരെ യൂസ് ചെയ്ത് ഒരേ സമയം പാരലലായിട്ട് ആ കമ്പ്യൂട്ടേഷൻസ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതാണ്. ഓക്കെ, സോ നംപൈ ലൈബ്രറി ആക്ച്വലി ഡേറ്റാ സയൻസ്, പല ഡേറ്റാ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് കോർ ലൈബ്രറീസിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് വരുന്ന അല്ലെങ്കിൽ പല ലൈബ്രറീസും ബിൽഡ് ചെയ്തിരിക്കുന്നത് ഓൺ ടോപ്പ് ഓഫ് നംപൈ ലൈബ്രറിയാണ്.
സോ ഇതിൽ ഉള്ള പല ഓപ്പറേഷൻസും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഇപ്പോൾ വെക്ടർ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡോട്ട് പ്രോഡക്റ്റ്, അങ്ങനെയുള്ള എന്ത് കാര്യമാകട്ടെ അതെല്ലാം ഹൈലി ഒപ്റ്റിമൈസ്ഡ് ഫോർ എഫിഷ്യൻസി ആൻഡ് ആക്യുറസി. അതിനുവേണ്ടി ഫൈൻ ട്യൂൺ ചെയ്ത് റിഫൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലൈബ്രറിയാണ് NumPy ലൈബ്രറി എന്ന് പറയുന്നത്. സോ വൺ യൂസ് കേസ് നമ്മൾ കണ്ടു ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അതല്ല, എനിക്ക് ഇപ്പോൾ സപ്പോസ് x × 5 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എക്സിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉള്ള റിസൾട്ടാണ് എനിക്കിവിടെ കിട്ടുന്നത്. സോ ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് ഇവിടെ ഈ ഒരു NumPy ലൈക്ക് x × 5 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നടക്കുന്നത്. അതായത് ഓരോ പൊസിഷനിലുള്ള എലമെൻറ്റുമായിട്ടും 5 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു റിസൾട്ടിങ് മെട്രിക്സ് അല്ലെങ്കിൽ റിസൾട്ടിങ് NumPy തിരിച്ച് കിട്ടുന്നത്. സോ NumPy ലൈബ്രറീസ്, NumPyയുടെ യൂസേജ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്, പോസിബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമുക്ക് കമ്മിങ് വീഡിയോസിൽ കാണാം. ബട്ട് ആസ് ഓഫ് നൗ NumPy എന്ന് പറയുന്ന ലൈബ്രറിയുടെ പ്രാധാന്യം എന്താണ്, ബേസിക്കലി ഒരു NumPy എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് സിമ്പിൾ അഡീഷൻസ്, മൾട്ടിപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. ഇത് നമ്മൾ ചെറിയ ഇൻപുട്ടിൽ നമ്മൾ ഇതിനെ ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ലൈക്ക് ആ ഒരു ടൈം ഡിഫറൻസ്, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതും അല്ലെങ്കിൽ NumPy ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതും തമ്മിൽ നമുക്കൊരിക്കലും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. പക്ഷേ വലിയ സെറ്റ് ഓഫ് നമ്പേഴ്സ്, ലാർജ് സെറ്റ് ഓഫ് ഡേറ്റയിൽ നമ്മൾ ഇതേ ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ടൈം ഡിഫറൻസ് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് കാണാം.